10th പഠിക്കുന്ന ഏതൊരു കുട്ടിയുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ബോർഡ് എക്സാമിൽ ഫുൾ A1 വാങ്ങണം എന്നാണ് അല്ലെ. അങ്ങനെയാണ് എങ്കിൽ യെസ് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സോ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങളെ മനസ്സിൽ ഇപ്പൊ ഉണ്ടാവുക ഇതിപ്പോ ഓഗസ്റ്റ് കഴിയാൻ പോവാണ്, എന്നാലും എനിക്ക് സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒക്കെ എൻ്റെ മുന്നിലുണ്ട്. ഫെബ്രുവരി മാസത്തിലായിരിക്കും നമ്മളുടെ ബോർഡ് എക്സാം നടക്കുക അല്ലെ. അപ്പൊ ഇത്രയും മാസം, അതായത് ഇപ്പൊ 6 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്, അതായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. പക്ഷെ മിസ് ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഫുൾ A1 ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ 6 മന്ത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്കേ വരരുത്. നിങ്ങളുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളത് വെറും 4 മന്ത്സ് മാത്രമാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സമയം. ഈ 4 മന്താണ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത്. നിങ്ങൾ ആദ്യേ ഒന്ന് തീരുമാനിച്ചു വെക്കുക. 4 മന്താണ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഈ 4 മന്തിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും, എല്ലാ ചാപ്റ്റേഴ്സും, എല്ലാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് പഠിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ്. ഓക്കെ, ഇനി എന്തിനാ നമ്മളുടെ ജാനുവരി, ഫെബ്രുവരി വെറുതെ വെക്കാനാണോ? അല്ല. നമുക്കറിയാം ഈ 10th നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് മാറാത്തത് വലിയൊരു ഭാഗ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് മാറാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് PYQs ഓൾറെഡി നിങ്ങൾക്ക് സൈറ്റിലൊക്കെ കിട്ടാനുണ്ട്. അപ്പൊ ഈ ഒരു ജാനുവരി, ഫെബ്രുവരി മാസത്തിൽ PYQs ചെയ്യാനും അതുപോലെ സാമ്പിൾ പേപ്പേഴ്സ് കുറേ ഈ ഓരോ സൈറ്റിലുമായിട്ട് കുറേ സാമ്പിൾ പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ സാമ്പിൾ പേപ്പേഴ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാനും, അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളിലെ ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സമയമാണ് ഈ ഒരു ജാനുവരി, ഫെബ്രുവരി എന്ന് പറയുന്നത്. അല്ലാതെ ഈ ജാനുവരി, ഫെബ്രുവരിയിൽ പോയിട്ട് പുതിയ കണ്ടന്റ് പഠിച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് നോ കാര്യം, ഒരു കാര്യവും ഇല്ല. നമ്മളുടെ വെറുതെ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ മക്കൾ ചെയ്യേണ്ട ഈ 4 മന്ത്സ് അടിപൊളിയായിട്ട് പഠിക്കുക. എന്നിട്ട് ജാനുവരി, ഫെബ്രുവരിയിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, റിവൈസ് ചെയ്യുക. അതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് മാറാൻ പോവാണ് ചെയ്യുന്നത്. നിങ്ങളൊരു പ്രോ തന്നെ ആയിരിക്കും നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ 4 മന്താണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. ഈ 4 മന്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സും മക്കൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പുതിയ നോട്ട്ബുക്ക് ഇന്ന് തന്നെ വാങ്ങുക. ആ നോട്ട്ബുക്കിൽ ഓരോന്നിലും ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അങ്ങനെ പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റിന്റെ പേര് എഴുതാം. എന്നിട്ട് എല്ലാത്തിൻ്റെയും താഴെ ഇതുപോലെ നിങ്ങൾ എഴുതി വെക്കണം. അതായത് ഒന്നാമത്തെ ഓരോ കോളവും ഒരു ടേബിളാണ്, അതിൽ ഒന്നാമത്തെ കോളത്തിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാപ്റ്റേഴ്സിന്റെ നെയിം എഴുതി വെക്കുക. ഓക്കെ, അടുത്ത നോക്ക് ലേൺ, NCERT, പ്രാക്ടീസ്, ടെസ്റ്റ്. ഇതാണ്. അതായത് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ഒരു പ്രാവശ്യം പഠിച്ചുവെങ്കിൽ ഒരു ടിക്ക് ഇടാം. ഓക്കെ, ഇനി അടുത്ത് NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഗ്രീൻ ടിക്ക് ഇടുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് സാമ്പിൾ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കി, കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയെങ്കിൽ അടുത്ത ടിക്ക് ഇടാം. ഇനി അടുത്ത ഒരു ടെസ്റ്റ് പേപ്പർ എടുത്ത് അറ്റൻഡ് ചെയ്ത് നോക്കി. നമ്മളുടെ സാധാ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റോ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് നടത്തിയതോ പീരിയോഡിക് ടെസ്റ്റോ നടത്തിയോ ഏതെങ്കിലും പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മളുടെ ആ ചാപ്റ്ററിൻ്റെ ഒരു ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കി. ഇതും ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് നമ്മൾ ഒരു ടിക്ക് ഇടുക. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ലേണിന്റെ സ്ഥലത്ത് നിങ്ങൾ 2 ടിക്ക് എപ്പോഴും വേണം. ഒന്നാമത്തെ ലേൺ ചെയ്ത് അടുത്ത നമ്മളുടെ ജാനുവരി, ഫെബ്രുവരി മാസത്തിൽ രണ്ടാമതോടെ ലേൺ ചെയ്യുമ്പോഴാണ് ഡബിൾ ടിക്ക് വരിക. അപ്പൊ ലേണിന്റെ ഭാഗത്ത് എപ്പോഴും ഡബിൾ ടിക്ക് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ മക്കൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എത്ര പ്രാവശ്യം ഇത് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ NCERT ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ തന്നെ ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ വരച്ചു വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര രസമായിരിക്കും പഠിക്കാൻ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാനും സാധിക്കും. സോ എപ്പോഴും ഈ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോവുക. ആൻഡ് ഓൾസോ മിസ്സിന് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ സ്ട്രാറ്റജി ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്, ഒരാളെ സഹായം കൂടി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പവർ ബാച്ചിൽ ഇപ്പോൾ ഞങ്ങളുടെ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. പവർ ബാച്ചിന് ഇപ്പോൾ വരുന്നത് 7,999 ആണ് കേട്ടോ. ആദ്യത്തെ 500 സ്റ്റുഡൻസിന് മാത്രം നമ്മൾ കൊടുക്കുന്നൊരു ഓഫറാണ്. സോ ഈ ഒരു ബാച്ചിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സെയിം സ്ട്രാറ്റജിയാണ് ചെയ്യുക. അതായത് നിങ്ങളൊരു ചാപ്റ്റർ മൊത്തം കഴിഞ്ഞു, മൊത്തം നമ്മൾ റെക്കോർഡിങ്സ് നിങ്ങളെ കാണിപ്പിച്ചു, ഞങ്ങൾക്ക് ടാസ്കുകൾ തന്നിട്ട് റെക്കോർഡിങ് റെക്കോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലൈവിലൂടെ ഒന്നുകൂടി അത് റിവൈസ് ചെയ്യും. ലൈവ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 2 സെറ്റ് എക്സാം നിങ്ങൾ എഴുതിപ്പിക്കും. അങ്ങനെ നിങ്ങളെ കറക്റ്റായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ പവർ ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ പവർ ബാച്ചിൽ ഹാഫ് ഇയർലി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ സ്കൂൾ പോലെ തന്നെ നിങ്ങളെ കൊണ്ടെടുക്കാൻ പറ്റിയതാണ് നിങ്ങളുടെ പവർ ബാച്ച്. ചില കുട്ടികൾക്കുണ്ട് മിസ്സേ എല്ലാ സബ്ജക്റ്റും ഞങ്ങൾക്ക് പ്രശ്നമില്ല, മാത്സ് മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നവർക്ക് നോ പ്രോബ്ലം. മാത്സ് മാത്രം പ്രശ്നമുള്ള കുട്ടികളാണ്
ആണെങ്കിൽ ഞങ്ങൾ മാത്സിന് മാത്രമായിട്ട് മാത്സ് പ്രോ ബാച്ച് ഉണ്ട്. ഈ മാത്സ് പ്രോ ബാച്ചിൽ ഒരു മാത്ത് മെന്ററും കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മാത്സ് പ്രോ ബാച്ചിന് ഈ ഓഗസ്റ്റ് 31 ഞങ്ങളുടെ അടുത്ത ബാച്ച്. ഒരു ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്, അടുത്ത ബാച്ച് ഓഗസ്റ്റ് 31 അപ്പോൾ ഇതിന് 3499 രൂപയാണ് ഇപ്പോൾ ഇതിന്റെ ഫീ വരുന്നത്. സോ മക്കൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫുൾ A1 എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിൽ എത്തണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഞാൻ കുറേ ഒന്നും പറയുന്നില്ല, ഞാൻ ഇത് എന്തായാലും ജോയിൻ ചെയ്യണം എന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്തോ, ഇത്രേ ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾക്ക് ആദ്യം ഒരു ഫ്രീ ക്ലാസ് ഒക്കെ നിങ്ങൾ കാണിച്ചിട്ട് മാത്രമേ നിങ്ങളോട് ജോയിൻ ചെയ്യേണ്ടുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ കണ്ടു നോക്കാൻ പറ്റുന്നതാണ്. യൂട്യൂബിലൊക്കെ ക്ലാസ് കണ്ട് അടിപൊളിയാണ് തോന്നുമെങ്കിൽ ഇങ്ങോട്ട് പോര്, അടിപൊളിയാക്കി സെറ്റാക്കി നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഫുൾ A1 എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് വാങ്ങിയെടുക്കും. സോ മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.